ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ഫൈലമാണ്. ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സും പിന്നെ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ പ്ലാറ്റിഹെൽമിന്തസിനെ കുറിച്ച് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും. ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്ലാസ്സിനെ കുറിച്ചും നിങ്ങൾ വരും വീഡിയോയിൽ കാണും. ഇതിനൊരു ടൈപ്പ് സ്റ്റഡിയും കൂടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഫാസിയോള ഹെപ്പാറ്റിക്കാണ് ഇതിൻ്റെ ടൈപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സും പിന്നെ എന്താണ് അതിൻ്റെ ഓവറോൾ ഒരു ക്ലാസിഫിക്കേഷനും കൂടെ പഠിക്കാം. ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്, ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഗ്രീക്ക് ഒറിജിനാണ്. ആ വേർഡ് ഒറിജിൻ ചെയ്തേക്കുന്നത് ഒരു ഗ്രീക്ക് രണ്ട് വേർഡ്സിൽ നിന്നാണ്. പ്ലാറ്റി എന്ന് പറയുന്നത് ഫ്ലാറ്റ്, ഹെൽമിന്ത് എന്ന് പറയുന്നത് വേം. അപ്പം ആ പ്ലാറ്റിഹെൽമിന്തസ് ഫ്ലാറ്റ് വേംസ്, ഇത് അറിയപ്പെടുന്നത്, ഈ പ്ലാറ്റിഹെൽമിന്തസ് ജനറലി അറിയപ്പെടുന്നത് ഫ്ലാറ്റ് വേംസ് എന്നാണ്. കാരണം എന്താ? അതിൻ്റെ ഈ ഫൈലം എടുത്ത് നോക്കി അറിയാം. അതിനകത്തെ ജീവികൾ, അതിനകത്ത് ഉൾക്കൊള്ളുന്ന എല്ലാം തന്നെ ഡോർസോ വെൻട്രലി കംപ്രസ്ഡ് ആണ്. അതായത് ഡോർസോ വെൻട്രൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മുകളും താഴെ കംപ്രസ്ഡ് ആയിട്ടുള്ളൊരു ബോഡിയാണ് അവർക്ക് ജനറലി കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഫ്ലാറ്റ് വേംസ് എന്നാണ് ഈ ഫൈലത്തിലുള്ള എല്ലാ ഓർഗാനിസത്തിനും നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്നത്. ഏകദേശം 20,000 സ്പീഷീസിന് മുകളിലോളം ഓർഗാനിസംസ് ഉള്ള ഒരു വലിയ ഫൈലമാണ് പ്ലാറ്റിഹെൽമിന്തസ്. ഇതിനകത്ത് ഫ്രീ ലിവിങ് ആയിട്ടുള്ള പാരസിറ്റിക് ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള ഓർഗാനിസംസും കാണുന്നുണ്ട്. ഈ ഡോർസോ വെൻട്രൽ എന്ന് പറഞ്ഞാൽ മുകളിലും താഴെയും മാത്രം എന്നല്ല, ബാക്ക് സൈഡും. ഇപ്പം നമ്മുടെയൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്ക് സൈഡാണ് ഡോർസൽ സൈഡ്, നമ്മുടെ ഫ്രണ്ട് സൈഡാണ് വെൻട്രൽ സൈഡ്. ഓർഗാനിസം ഇപ്പോൾ പ്ലാറ്റിഹെൽമിന്തസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മേൾഭാഗം അപ്പർ സൈഡാണ് അതിൻ്റെ ഡോർസൽ സൈഡ്, അതിൻ്റെ താഴ്ഭാഗമാണ് വെൻട്രൽ സൈഡ്. ഈ ഫൈലത്തിൻ്റെ ബോഡി സിമിട്രി എന്ന് പറയുന്നത് ബൈലാറ്ററൽ സിമിട്രിയാണ്. അത് നമുക്ക് കാണുമ്പോഴേ അറിയാം അല്ലേ? ബൈലാറ്ററൽ സിമിട്രി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു മിഡ് ലൈനിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അല്ലെങ്കിൽ ഈക്വൽ ഹാഫ്സ് കിട്ടുവാണെങ്കിൽ, മിറർ ഇമേജസ് ആണെങ്കിൽ അതിന് നമുക്ക് ബൈലാറ്ററൽ സിമിട്രി എന്ന് പറയാം. എല്ലാം മോസ്റ്റ് ഓഫ് ദ കേസസ് ബൈലാറ്ററൽ സിമിട്രി ആണ്. എന്നാലും ചെറിയ വേരിയേഷൻസ് ഒക്കെ ബോഡി ഷേപ്സിൽ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഫ്ലാറ്റ് വേംസ് മജോറിറ്റിയും പാരസിറ്റിക് ആണ്. വളരെ കുറച്ച് ഫ്രീ ലിവിങ് ഫോംസ് ഉള്ളൂ. അത് മറൈൻ ആവാം, അല്ലെങ്കിൽ ബെന്തിക് ഹാബിറ്റാറ്റ്സിലൊക്കെ, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ, വളരെ കുറച്ച് മാത്രമേ ടെറസ്ട്രിയലിലും അല്ലെങ്കിൽ സിംബിയോട്ടിക് റിലേഷൻഷിപ്പിലൊക്കെ പോകുന്നതുള്ളൂ. പ്ലാറ്റിഹെൽമിന്തസിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആണ് കമ്പയർ ടു അതർ ഫൈലംസ് ഒക്കെ കാണുമ്പം ഇത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒക്കെ പ്ലാറ്റിഹെൽമിന്തസിനുണ്ട്. പിന്നെ മെയിലും ഫീമെയിലും അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഒരേ ഇൻഡിവിജ്വലാണ്. അങ്ങനെ ഒരേ ഇൻഡിവിജ്വലിൽ മെയിലും ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ കാണുവാണെങ്കിൽ അതിനെന്താ വിളിക്കുക? ഹെർമാഫ്രോഡൈറ്റിക് എന്നാണ് കേട്ടോ. അപ്പോൾ ഫ്ലാറ്റ് വേംസ് ഹെർമാഫ്രോഡൈറ്റിക് ആണ്. അതായത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഒരേ ഇൻഡിവിജ്വലിലാണ് മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാറ്റിഹെൽമിന്തസ് ഹെർമാഫ്രോഡൈറ്റിക് ആണ്. ഇനി നമുക്ക് അതിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓരോന്നായിട്ട് പഠിക്കാം. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഇൻട്രൊഡക്ഷനിൽ. അത് പാരസിറ്റിക്കോ ഫ്രീ ലിവിങ്ങോ ആവാമെന്ന്. പ്ലാറ്റിഹെൽമിന്തസ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. പ്ലാറ്റിഹെൽമിന്തസ് പാരസിറ്റിക് ഫോമിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എന്നാൽ ഫ്രീ ലിവിങ് ഫോമിലും കാണപ്പെടുന്നുണ്ട്. അക്വാട്ടിക്കിലോ അല്ലെങ്കിൽ ടെറസ്ട്രിയലിലോ ഒക്കെ കാണാം. അക്വാട്ടിക് തന്നെ നമുക്ക് മറൈനിലും ഫ്രഷ് വാട്ടറിലും ബെന്തിക് ഹാബിറ്റാറ്റ്സിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ സിംബിയോട്ടിക് റിലേഷൻഷിപ്പിലൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ജനറൽ ക്യാരക്ടേഴ്സിന് ഒന്നാമത്തെ ക്യാരക്ടർ. അത് പാരസിറ്റിക്കോ ഫ്രീ ലിവിങ്ങോ ആവാം. പിന്നെ അൺസെഗ്മെൻറ്റഡ് വേംസ് ആണ്. നമ്മൾ അൻലിഡയൊക്കെ കാണുമ്പോൾ സെഗ്മെൻറ്റേഷൻ നമുക്ക് കാണാം. പക്ഷേ പ്ലാറ്റിഹെൽമിന്തസിൽ അങ്ങനെയില്ല. അൺസെഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു വേംസാണ് പ്ലാറ്റിഹെൽമിന്തസിൽ ഉൾക്കൊള്ളുന്നത്. അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നമ്മൾ പറയുന്നത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണെന്ന്. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്താ? അതായത് അവരുടെ ബോഡി ഡിറൈവ് ചെയ്തേക്കുന്നത് 3 എംബ്രിയോണിക് സെൽ ലെയേഴ്സിൽ നിന്ന്: എക്ടോഡേം, മീസോഡേം, എൻഡോഡേം. പ്ലാറ്റിഹെൽമിന്തസിന് സീലോം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളതിനെ അസീലോമേറ്റ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. പിന്നെ ബൈലാറ്ററലി സിമിട്രിക്കൽ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതിൻ്റെ ബോഡി ബൈലാറ്ററലി സിമിട്രിക്കലാണ്.
പിന്നെ ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ളൊരു ബോഡിയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫ്ലാറ്റ് വേംസ് എന്ന് വിളിക്കുന്നത്. ഈ പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചറിന് അത് ഓസ്മോ റെഗുലേറ്ററി ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്നതാണ് പ്രോട്ടോനെഫ്രേഡിയ. ഇത് ഓർത്തിരിക്കണം, ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കും എന്താണ് പ്രോട്ടോനെഫ്രേഡിയ എന്നുള്ളത്. ഇത് പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ എക്സ്ക്രീറ്ററി അല്ലെങ്കിൽ ഓസ്മോ റെഗുലേറ്ററി സ്ട്രക്ചറാണ്. പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം അതെടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആണ്. അതിൻ്റെ എലമെൻ്ററി കനാലിൽ തീരുന്നിടത്ത് ഏനസ് ഇല്ല. ഇതും ഒരു പ്രിമിറ്റീവ് ഫീച്ചറാണ്, ഈ വിത്തൗട്ട് ഏനസ് ആയിട്ട് ഒരു എലമെൻ്ററി കനാൽ കാണുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്. ഇവരുടെ നെർവസ് സിസ്റ്റം നല്ല വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റമാണ്, പക്ഷേ സർക്കുലേറ്ററി സിസ്റ്റം ആബ്സെൻ്റ് ആണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ഇച്ചിരി കോംപ്ലക്സ് ആണ്, ഹെർമാഫ്രോഡറ്റിക് ആണ്. അതായത് ബോത്ത് മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒരേ ഇൻഡിവിജ്വലിൽ കാണുന്നതുകൊണ്ട് അതിനെ ഹെർമാഫ്രോഡറ്റിക് എന്നാണ് പറയുന്നത്. ഈ ഫൈലത്തിൻ്റെ പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ അതിനകത്തുള്ള ഓർഗാനിസത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി ഒക്കെ പൊതുവെ സിമ്പിളായിട്ടുള്ളൊരു ലൈഫ് ഹിസ്റ്ററി ആണെങ്കിൽ ചിലതിലൊക്കെ 2 or 3 ഹോസ്റ്റൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫ് ഹിസ്റ്ററീസ് ഉള്ള ഓർഗാനിസംസും പ്ലാറ്റി ഹെൽമിന്തസിലുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫൈലം പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ നമുക്ക് പറഞ്ഞറിയാലോ അല്ലേ, ഫൈലം അത് പിന്നെ പല ക്ലാസ്സസ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് മെയിൻലി 3 ക്ലാസ്സാണ്: ടർബലേറിയ, ട്രിമറ്റോഡ, സെസ്റ്റോഡ. ഇത് കൂടാതെയും ക്ലാസ്സസ് ഉണ്ട് കേട്ടോ, ആസ്പിഡോഗാസ്ട്ര, മോണോജീനിയ എന്നൊക്കെ പറയുന്ന പല ക്ലാസ്സസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ 3 പഠിച്ചാൽ മതി. ടർബലേറിയക്കകത്താണ് പ്ലനേറിയ വരുന്നത്. ട്രിമറ്റോഡയ്ക്കകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫാസിയോള ഹെപ്പാറ്റിക്കയാണ്. സെസ്റ്റോഡയ്ക്കകത്ത് ടേനിയ സോളിയം, അതിൻ്റെ പാരസറ്റിക് അഡാപ്റ്റേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. ഇതൊക്കെ വരും ക്ലാസ്സുകളിലെ വീഡിയോസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.